ഇതാരി എൻ്റെ വീട്ടിൽ എനിക്ക് മുന്നിൽ ഇതാരി അറിയിക്കണ? എടാ ഗ്രാഫിക്സേ, നീ എന്താടാ ഇങ്ങനെ എൻ്റെ അടുത്ത് കാണിക്കണം മുത്തേ? ലൊട്ട പരിപാടിയാണ് മുത്തേ, ഇങ്ങനെ അനാവശ്യമായിട്ട് കുറഞ്ഞ് പോണത്. എന്ത് മുത്തേ, ലൊട്ടാവല്ലേ മുത്തേ? ഗ്രാഫിക്സേ ലൊട്ട പരിപാടിയാണ് കേട്ടല്ല. ഇത് ഞങ്ങളുടെ മുകളിലോട്ട് കയറിട്ട് ചാറ്റ് വായിക്കാൻ പോയി കഴിച്ചത്. ആദ്യം എന്തിന് മെൽക്കാവുന്ന മുത്തേ? ഇവിടെ എന്തിനു പറയണം? ഇവിടെ ചായയും പാലൊന്നും ഇല്ല. അല്ല പാലുണ്ടാ? ഇവിടെ പശുവില്ല, ഞാൻ അവിടെ നിന്ന് പാലെടുക്കാൻ. ഹൈഡ് നെക്സോ? ഹൈഡ് അല്ല, ഇങ്ങോട്ട് നിൽക്കാം, മാറിയിക്കാം. അവിടെ ഒന്ന് പോയി നിന്നിട്ട് നമുക്ക് ചാറ്റ് നോക്കാം. അതല്ലേ നല്ലത്, അതാണ് നല്ലത് ഗൈസ്. സോറി, വെൽക്കം. ഓക്കെ വെൽക്കം. ഓക്കെ ബ്രോ ഫ്രീ ഫയർ ഇപ്പോൾ രസമില്ല. ഐ ആം ട്രാൻസ്ഫോം CP. അവിടെ സത്യമാടാ, എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രീ ഫയർ ഞാൻ കളഞ്ഞടാ. നമ്മളെ വിഷമിപ്പിച്ച് കളഞ്ഞാണ്, അതുകൊണ്ടാണ്. മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചടാ. കാര്യം നമ്മൾ അത്രയും കളിച്ചിട്ട് കളിക്കണം ഫ്രീ അടാ. അതിൻ്റെ അകത്തെ ടോപ്പ് ഈ ഡയമണ്ട് പൊട്ടിക്കാത്തവന് സത്യം പറഞ്ഞാൽ ആ ഗെയിമിൻ്റെ അകത്ത് വലിയ വിലയൊന്നും ഇല്ലടാ. ഞാൻ ഉള്ള പറയാം, ഡയമണ്ട് പൊട്ടിക്കണമെന്നാണെങ്കിൽ അക്കൗണ്ടും പോവും. കൂടുതലായിട്ട് ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ നമുക്കത് പൂർണ്ണ സംതൃപ്തി കിട്ടൂല. റൊണാൾഡോ നീ വന്ന് നിന്നല്ലേ അടുത്ത്, നല്ല കാര്യം ബ്രോ. നമ്മൾ ഒരുമിച്ച് കണ്ട് ഫോട്ടോ ടംബിളിൽ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നീ വന്ന് നന്നായി മുത്തേ. ഫ്രണ്ട് ഷോട്ട് ഇട്. എടാ എടുക്കുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഉണക്ക കല്ല്, ഇവിടെ ഇത്രയും കല്ലുണ്ടോ വെച്ചേക്കണ? പരാതി കൊടുത്ത് ഈ കല്ല് മൊത്തം ഇവിടെ നിന്ന് എടുത്ത് കളയണം. കാര്യം പറയാമല്ലേ, ലോട്ട പരിപാടികൾ. റൊണാൾഡോ 4 പേരെയുള്ള യാക്ട്രോ, ഹൈഡ്, ഞാൻ, റൊണാൾഡോ 8. സന്തോഷം കേട്ടത് ബ്രദർ, സന്തോഷം ബ്രോ. ഇപ്പം നല്ല നല്ല കോമഡികൾ വരുന്നുണ്ട് ബ്രോ. എന്നാ കോമഡികളാ? ഓക്കെ ബ്രദർ, ഇത് കൊള്ളാം അല്ലേ ഈ വ്യൂ? എടാ ഈവനിങ് ആക്കണോ? ഈവനിങ് ആക്കിയാൽ ഒട്ടയാവും? ഇല്ല അങ്ങനെ ആവുമൊന്നുമില്ല. ഈവനിങ് ആക്കിയോ മൊത്തത്തിൽ. അതെന്തൊരു ആകാശത്തിൻ്റെ കളറൊക്കെ ചെറിയ വ്യത്യാസം. അത് കണ്ട? അതെന്തൊരു, അത് മഞ്ഞയും പിന്നെ ലൈറ്റ് ചുവപ്പും അല്ലേ, നൈസായിട്ടുണ്ട്. ഉള്ള കാര്യം. റൊണാൾഡോ എവിടെ? റൊണാൾഡോൻ്റെ അടുത്ത് എനിക്കട്ടെ. ഇത് ഹൈഡല്ലേ? ഹൈഡ് റൊണാൾഡോ ഇത്രയും നേരം നമ്മൾ ലൈവ് ഈ ബഗ്ഗടിച്ച് ബേക്കായി പോയിട്ട് പോലും അവൻ വരണുണ്ട് കേട്ടോ. സന്തോഷം. ഇതാര്? എടാ അവൻ കല്ലിൽ കൂടെ കയറണ്ട. ഇതാര് മുത്തേ? എടാ പേര് കാണാൻ പറ്റല്ലേ? ഗാലക്സാ? എവിടെ കൂടെയൊക്കെ മുത്തേ നീ കയറി വരണം മുത്തേ? ഉള്ള പറയാല്ലേ, മോർണിംഗ് ലൈവ് മാത്രമേ എനിക്ക് കയറത്തുള്ളൂ ബ്രോ. എടാ മോർണിംഗ് ലൈവ് സെറ്റാക്കാടാ. മോർണിംഗ് ലൈവ് ഇനി മുതൽ സെറ്റ് ആക്കാം. അതാണ് മോർണിംഗ് ലൈവ് സെറ്റാക്കാം. എല്ലാവർക്കും എല്ലാ ടൈം പറ്റും, എനിക്ക് മനസ്സിലായടാ ബ്രോ. ഞാൻ 800K സെറ്റ് ആക്കിയേ. ഓക്കേടാ, ഓക്കെ ബ്രോ. എനിക്ക് ആ കാറ്, ഏത് കാറ്? എനിക്ക് ചാനലുണ്ട്, നോക്കണം. നെയിം യാക്ട്രോ. എടാ നീ ചാനൽ നോക്കണേ ബ്രോ. യാക്ട്രോ സന്തോഷമായിട്ട് ഞാൻ നോക്കാം. പക്ഷേ ആദ്യം ഈ ലൈവിൻ്റെ താഴെ ആ ചാനൽ വെച്ചൊന്ന് കമൻറ്റ് ഇടണം. അല്ല യാക്ട്രോ എന്ന് ഞാൻ പോയി സെർച്ച് ചെയ്താൽ വരൂല. ഏതെങ്കിലും ബംഗാളിയുടെ വീഡിയോ ആയിരിക്കും പറഞ്ഞത്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? യാക്ട്രോ CPM എന്ന് അടിച്ചാൽ പോലും, ഇപ്പോൾ എൻ്റെ പേര് റെഡ് ഫോക്സ് CPM എന്ന് അടിച്ചാൽ പോലും ഏതെങ്കിലും ബംഗാളിൽ ഒട്ട കയറി വരും. കാര്യം പറയാമല്ലോ, അതുകൊണ്ടാണ്. കിട്ടൂല, അതുകൊണ്ട് നിങ്ങൾ ആ ചാനലിൻ്റെ ID വെച്ച് നിങ്ങളൊന്ന് ആ ചാനൽ ഇത് വെച്ചൊന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി, ഞാൻ നോക്കാം. ഇതെന്തരാണ്? എടാ കൊള്ളാല്ലേ, വൈബുണ്ട്. ഇപ്പം വെളിച്ചം കുറച്ച് കൂടുതൽ പോലെ. ജിം അടിക്കണോ മുത്തേ? മസിൽ പെരുപ്പിക്കണോ? പെരുപ്പിക്കാം. ഗേൾസിനെ കാണിക്കാം. എടാ ഇതെന്ത് മാറിപ്പോയി. മസിലൊക്കെ കയറ്റിട്ട് മുത്തേ, ചുമ്മാ ഡമ്പൽ വാങ്ങിച്ച് വെച്ചേക്കണം. ചുമ്മാ നമ്മൾ ഡമ്പൽ വാങ്ങിച്ച് വെക്കണം. മസിൽ പെരുപ്പിക്കുകയാണ് മുത്തേ. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു തേങ്ങ, മനസ്സിലായില്ലേ? ഒരു തേങ്ങ, ഇവിടെ ഒരു തേങ്ങ, അത്ര. മസിലെ പെരുപ്പിക്കണം. എൻ്റെ ചാനൽ വേറെ ആർക്കും ഇല്ല, ഞാൻ നോക്കി. എടാ അത് പറയത്തില്ല, ചിലപ്പോൾ കാണുമായിരിക്കണം. നമുക്കത് എൻ്റെ ചാനൽ ഇല്ലെന്ന്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ പറഞ്ഞ അവൻ്റെ ചാനൽ വേറെ ആർക്കും ഇല്ലെന്നാണ്. അടിച്ചു നോക്കിയപ്പോൾ 10, 20, 30 എണ്ണം കയറി വന്നു. ഞാൻ എന്ത് പറയട്ടെ പിന്നെ അലോട്ടൻ്റെ അടുത്ത്? അത് പറയത്തില്ല. നീ എന്തായാലും അതൊന്ന് കമൻറ്റ് ഇട്ടേ നമ്മൾ പിന്നെ പെട്ടെന്ന് നമുക്ക് കിട്ടുമല്ല ബ്രോ. ആ ബെൻസ് ഏത് ബെൻസ് ബ്രോ? City 2 വീട്ടിൽ പോവാം. City 2 വീട് ചെറുതല്ലേ, അവിടെ എല്ലാവരും കയറത്തുണ്ടോ? 5 ലക്ഷത്തിന് ഈ വീട് വർത്താണ് സത്യയുടെ. ഈ 5 ലക്ഷത്തിന് ഈ വീട് നല്ല വർത്താണ്, സീരിയസ്ലി നല്ല വർത്താണ്. പോണോ യാക്ട്രോ? എൻ്റെ ബസ് എങ്ങനെയുണ്ട്? റൊണാൾഡോ നിൻ്റെ അടുത്ത് എന്തിനാ യാക്ട്രോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ബ്രോ, എന്തായാലും ഇറങ്ങാം. എല്ലാവരും വെളിയിൽ നിൽക്കുന്നു കേട്ടോ, ആരും വീട്ടിൽ കയറത്തുണ്ട്. വീട് ചിലപ്പോൾ വാങ്ങിക്കാൻ പൈസ കാണൂലോ. അത് ഞാൻ ഓർത്തില്ല കേട്ടാ. അതായിരിക്കും. മറ്റേ വീട്ടിൽ പോവാം. ഇസ്താംബൂള്
ബൈ ബൈഷ ബൈശക്ക് എന്തരാണെന്ന് നമുക്ക് വായിക്കാൻ പോലും പറ്റണല്ലേ മുത്തേ. ബ്രോ സിദാൻ്റെ കാർ, എടാ സിദാൻ്റെ കാർ സിദാൻ പറയാത്ത തരത്തിലടാ. അത് അവൻ തന്നെ ലൈവ് എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കലെന്ന് അവൻ ചാറ്റി വന്ന് പറഞ്ഞു അപ്പം തന്നെ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാടാ അവൻ്റെ അനുവാദമില്ല എനിക്ക് തരത്തിലടാ. ഞാൻ അത് ഓട്ടിച്ചു പോലും നോക്കിയില്ല അവനോട് നിനക്ക് ഇങ്ങനെ എടുത്ത് തരാൻ. അത് തരാ ഇല്ലടാ മുത്തേ. മാഫിയ ഇസ്താംബൂൾ എവിടെ കേട്ടിട്ടുണ്ട്? എടാ ഇസ്താംബൂളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വെച്ചാൽ വലിയ ബാലയ്യരെ പടം ഉണ്ടല്ലോ മറ്റില്ല, അങ്ങേര് ഇസ്താംബൂളിൽ ഏതാ ഒരു ഇടുക്കി പോകും. എന്തിനാ ഒരു സംഭവത്തിന് വേണ്ടി ഒരു കട ഉണ്ടാക്കി വെച്ചിട്ട് ഇടുക്കി കൊണ്ട് പടത്തിൽ അത് നമുക്കറിയാം. അതേ എന്നൊരു വീരസിംഹ റെഡ്ഡിയ ആ പടത്തിൽ അങ്ങേര് ഇസ്താംബൂളിലാണ്. അതേ നമുക്കറിയാം. അല്ല നമ്മളങ്ങനെ ഇസ്താംബൂളൊന്നും കേട്ടിട്ടില്ല. പരുന്തുവാസ് ബ്രോ തന്ന ബസ് ആണ് ബ്രോ. സബ് പ്ലീസ് എന്നാ. എടാ എനിക്ക് എത്ര സബ്ബായി നോക്കട്ടെ. 523 നേരത്തെ. ഓ ഇപ്പോൾ 24. ഒരു സബ് കൂടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ താങ്ക് യു എവരി വൺ. ലൈവ് എടാ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ മുത്തേ. കാര്യമായിട്ടാണ് പറയണത്. എങ്ങോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം എന്നെ. റൊണാൾഡോ ഇപ്പോഴും ചാറ്റിലാണെങ്കിൽ റൂമിലാണെങ്കിൽ നല്ല രീതിയിൽ നല്ല സപ്പോർട്ടൊക്കെ ആയിരിക്കുന്നുണ്ട് അല്ലേ. താങ്ക് യു ബ്രദർ. താങ്ക് യു സീരിയസ്ലി താങ്ക് യു ബ്രദർ. വച്ച് പിടിയുന്ന എടാ ഇവന്മാർ എങ്ങോട്ട് പോകണം. ഞാൻ ഇതൊന്ന് മാറ്റിക്കോട്ടെ. ഡേ മാറ്റട്ടെ. ഡേ അല്ല ഈവനിങ് മാറ്റി ഡേ ആക്കട്ടെ. അങ്ങനെ എടാ ഈ കളർ ഓറിയൻറ്റേഷനിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി മാറിപ്പോയാൽ എന്തോ ഡോട്ട. ഇത് നോക്കിക്കോട്ടെ. എടാ വ്യൂ മാറ്റാം. വൈബ് വ്യൂ. ഇത് വൈബാണ്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ നൈസാണ്. ചാറ്റ് നോക്കട്ടെ. റൊണാൾഡോ എൻ്റെ ബസ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ. ഇല്ല അമ്പാടി ബ്രോ. ഓക്കെ ഒരാളെ ഫ്രണ്ടിൽ പോ. ആരെൻ്റെ അടുത്ത് ആരെങ്കിലും ഇരിക്കണം. നോക്കിക്കോട്ടെ. താരി അല്ലടാ ഞാൻ ഏറ്റവും ബാക്കിലിടാ. അപ്പോൾ ഫ്രണ്ടിൽ ആരൊക്കെ ഉണ്ടോ നോട്ടാ. ആരും തല കാണാനില്ല. ആരും ഇല്ലേ ബസ്സിൽ? എന്ത് ബ്രോ ഓടിക്ക് പോലും ഇല്ല. ഞാൻ ഓടിച്ചോളാം തരുമോ? എടാ അതൊരാൾ തരല്ലെന്ന് പറഞ്ഞില്ലേടാ. അങ്ങനെ തരല്ലെന്ന് ഒരാൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആകിയാളാ ഇത് ഇതാക്കി കാണിച്ചു വിടറാ. നീ സിദാൻ്റെ അടുത്ത് സംസാരിക്കും. സിദാൻ പറഞ്ഞാൽ എനിക്ക് തരണ വിഷമമില്ല. പക്ഷെ അവൻ്റെ മനസ്സിൽ ഇല്ല അവന് വിഷമമാവൂടാ. അതുകൊണ്ടാണ് അതിനെ പിടിക്കാർ ഓടിക്കാൻ ആൾ ഹൈഡ് നെക്സോ എല്ലാവരും. എടാ റൂമിൽ എത്ര പേരുണ്ടാ? റൂമിൽ 7 പേരുണ്ട്. യാക്ട്രോ മാഫിയ. എടാ ചിലർക്കൊക്കെ ആട്ടോ ബാക്കായി പോണ ഇഷ്യൂ ഇതുവരെ മാറില്ലല്ലേ. എന്തൊക്കെയാണെന്നാണ്. ഞാൻ റൊണാൾഡിൻ്റെ പിറകിലുണ്ട്. റൊണാൾഡോ റൂമിൽ ഉണ്ടായിരുന്നു. റൊണാൾഡോ ഉണ്ടല്ലേ മാറിപ്പോയി. ഞാൻ ഉണ്ടായിരുന്നില്ലേ. ഇതെന്താ ബ്രോ ഇത്ര സ്ലോലി പോകുന്ന ബസ്? എടാ ഞാൻ അല്ല ഓടിക്കണം. ഞാൻ ബസ് പോകണമില്ല മുത്തേ. എടാ ഞാൻ അല്ലടാ ഓടിക്കണം. മണിയുണ്ട് അവനല്ലേ ഓടിക്കണം. ഞാൻ ജസ്റ്റ് അതിൽ ഇരിക്കണം എന്നല്ലേ ഉള്ളു. എന്തായാലും വച്ച് പിടിക്കട്ടെ മുത്തേ. റൊണാൾഡോ കാർ. എടാ ആരെങ്കിലും ബസ് ഉണ്ടോ? സത്യം ബസ്സിൻ്റെ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. ബസ്സിൻ്റെ ഒന്നുകൂടെ നോക്കണം. എനിക്ക് ആരെ കാണാനില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? ആരെ തല പോലും കാണാനില്ല. ഞാൻ ഏറ്റവും ബാക്കിലിടാ മുത്തേ. ഓക്കെ പൊസിഷൻ അവൻ്റെ. ഇതൊക്കെ എന്തരി മാറിപ്പോയി. ഇങ്ങനെ നോക്കാം. അത് തന്നെ. അപ്പോൾ അവനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ. അവിടെ ഇവിടെ ഒരു തെറിൻ്റെ തല പോലും കാണാനില്ല മുത്തേ. അതേണ്ട ഒരാൾ ഫ്രണ്ട് ഇരിക്കണ്. എടാ ഫ്രണ്ട് ഒരാളിരിക്കണ്. മുത്തേ അതാരി ഡ്രൈവറാണ്. അവിടെ അങ്ങോട്ട് പോയി നോക്കിയാലേ നൈസായിരിക്കും അല്ലേ. എനിക്ക് ആട്ടോ ബാക്ക് ആവുന്നായിരുന്നു. ഞാൻ VPN യൂസ് ആക്കി. ഇപ്പോൾ സീനില്ല. എടാ ശ്രീവൈറ്റ് ലൈവ് എന്ന് പറഞ്ഞ് VPN യൂസ് ആക്കി നോക്കുന്നതാണ്. അത് എല്ലാവർക്കും ശരിയാവില്ല വെച്ചാൽ എനിക്ക് അറിഞ്ഞോളാം. കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ ചെയ്ത് നോക്കാം. അവൻ എന്തായാലും യൂട്യൂബറല്ലേ. അപ്പോൾ അവനറിയായിരിക്കും. ചുമ്മാ അങ്ങനെ പറയൂല എന്തായാലും. എടാ ഈ ക്യാമറ സ്പീഡ് മുന്നോട്ട് പോകണില്ല. അത് ഇപ്പോൾ സ്പീഡിൽ പോകണം. മറ്റേ ഫ്രണ്ട് ഇരിക്കുന്ന ആളെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നോക്കാം കേട്ടാ. ഒളിച്ചങ്ങിരിക്കും. ഇതാ 2 പേരാ മുത്തേ. ഇതൊക്കെ ആരാ ഇരിക്കണം? ഏറ്റവും ഫ്രണ്ടിലാണോ നിങ്ങളെല്ലാവരും? എന്താ ഫ്രണ്ട് ഇരിക്കണം? പഠിപ്പികളാടാ നിങ്ങൾ എടാ ഇവന്മാർ പഠിപ്പിയടാ. ഫ്രണ്ട് ഇരിക്കുന്ന പഠിപ്പികളടാ അവര്. അതൊത്തിരി ആർക്കെങ്കിലും ബസ്സിൽ കയറാനുണ്ടോന്നാ? എടാ ഉറപ്പിച്ചോട്ടെ അവന്മാർ പഠിപ്പിക്കട്ടെ. ഞാൻ ഏറ്റവും ബാക്കിൽ മുത്തേ. അപ്പം നമ്മളൊന്നും പഠിക്കൂല മുത്തേ. അതെന്ത് മുത്തേ? അവന്മാർ പഠിപ്പികളാ. കണ്ട തൊപ്പിയും വെച്ചിരിക്കുന്നു. പഠിപ്പിയടാ മുത്തേ. തൊപ്പി വെച്ച പഠിപ്പി. എനിക്കിപ്പോൾ VPN ബഗ്ഗാണ്.
ഓനോട് പറ അടിച്ചു വിടുന്ന. അവൻ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ പോകണ്ടല്ല. ബസ് ഫ്രണ്ടിൽ എന്നാ. റൊണാൾഡോ ബ്രോ എനിക്ക് ഒരു ബസ് തരുമോ? റൊണാൾഡോ ബ്രോ എനിക്ക് യൂസ് ഉണ്ട്. 12 പേര് ലൈവാണ് ഗായ്സ്. എന്തായാലും നമുക്ക് നോക്കാം. എടാ ഇത് ഒമരെ മോന്തയും കുറച്ച് വ്യക്തമായിട്ട് സൂം ചെയ്ത് കാണാൻ പറ്റിയിരുന്നു. എനിക്ക് ഇത് ഇങ്ങോട്ടാക്കാൻ പറ്റിയിരുന്നു. ഇതെന്തൊരു ക്യാമറ ഫൈൽഡ് വ്യൂ. ഇത് വ്യൂ ഇതാകാം. അതിൻ്റെ എന്തൊരു സാധനം സ്മൂത്ത് പിക്ചർ. ഓക്കെ സ്മൂത്ത്. ഇത് പൊക്കത്തിനല്ലേ? ഓക്കെ. ഇത് കൊള്ളാല്ലേടാ, ഇങ്ങനെ നോക്കണതും വൈബായിട്ടുണ്ട്. എന്തായാലും 1 hour ആയി റൂമിലാണ്. താങ്ക് യു ബ്രദർ, താങ്ക്സ് ബ്രോ. 1 hour ആയില്ലേ? 1 hour കഴിഞ്ഞല്ലേ പറഞ്ഞ പോലെ. എൻ്റെ തന്നെ ഒരു ബസ്സേ ഉള്ളൂ. ബൈ ബ്രോ റൊണാൾഡോ വൈറ്റി. ഓക്കെ റൊണാൾഡോ വൈറ്റി ബ്രദർ, ഇത്രയും നേരം റൂമിൽ വന്നതിന് ഒരുപാട് സന്തോഷം. നിന്നെ ഞാൻ വിളിച്ചിട്ടില്ല, പക്ഷെ നിൻ്റെ ഒരു സന്തോഷം കൊണ്ട് നീ വന്നതാണ്. എനിക്ക് ഒരുപാട് സന്തോഷം ബ്രദർ, ഒരുപാട് സന്തോഷം ബ്രദർ. റൊണാൾഡോ ബ്രോ കോയിൻ ഉണ്ടോ എന്നാ? എടാ കോയിൻ കൊടുക്കത്തില്ലല്ലോ. ഹായ് ബ്രോ എന്നായിരിക്കും. ഹായ്ഡാ അരുൺകുമാർ G2Q5U. എടാ കാണാൻ അവൻ്റെ പേര് ഞാൻ തെറ്റായിട്ട് വായിച്ചാൽ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ചോദിക്കും. മ്യൂസിക് ഇട്. പോണ ഹൗസ് 2 ആണ് ഗൈസ്. എടാ അവന്മാർ പോണേണ്, എനിക്ക് അറിഞ്ഞൂടെ മുത്തേ. എൻ്റെ അടുത്ത് ഒട്ടാറില്ലേ, അവന്മാർ പോണേണ് ഗൈസ്. ഹൗസ് 2 ആണ് പോണേ. എൻ്റെ അടുത്ത് അവന്മാർ പോവാണ് ഗൈസ്. എന്തായാലും ഞാൻ കൂടെ പോകണമെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. എടാ ഇത് വൈബല്ല. എടാ ഇങ്ങനെ ബസ്സിൽ ഇരുന്ന് ഇത് വ്യൂ ആസ്വദിക്കണം. പാസഞ്ചറായിട്ട് വ്യൂ ആസ്വദിക്കണ വൈബ് വേറെയാണ് മുത്തേ. സീരിയസ്ലി പറയുകയാണ്, ആ വൈബ് വേറെയാണ്. നമ്മൾ ലൈവ് ഓഡിയൻറ്റ് 1 hour 40 minutes ആയിട്ടുണ്ട്. ഓക്കെ സന്തോഷം. എടാ കേൽ ബോയും ശ്രീവൈറ്റിയും നമ്മൾ ആ ചാറ്റ് ഇന്ന് വരുമെന്നത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ അവന്മാർ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതായത് ഞാൻ ഒരു യൂട്യൂബറാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ പോയി പറഞ്ഞു കാണും, അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ ഇങ്ങനെ കണ്ട് കാണും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഗ്രോത്താണ് മുത്തേ. അതൊക്കെ സന്തോഷമുണ്ട് ഗൈസ്, സീരിയസ്ലി സന്തോഷം. അതേപോലെ തന്നെ റൊണാൾഡ്, റിച്ച് മാൻ, ഇവരൊക്കെ യൂട്യൂബേഴ്സ് ഇവരൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട് മുത്തേ. റിച്ച് മാനൊക്കെ വെച്ചാൽ വന്ന് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ച പോലും ഇല്ല, എന്നാലും അവൻ നല്ല സപ്പോർട്ടാണ്. അവൻ ഭയങ്കര സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ റൊണാൾഡോ ഇത്രയും നേരം ഈ ആട്ടോ ബാക്കാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത് പോലും ഇത്രയും നേരം കൂടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ബ്രദർ. നിനക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ, നിനക്ക് എന്തൊക്കെ കാര്യമുണ്ട് മുത്തേ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം 2 റീലെങ്കിലും കാണാം. അത് അല്ലേ വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ലൈവ് കാണാൻ പറഞ്ഞവരുണ്ട്, ലൈവ് കാണും, നമ്മൾ റൂമിൽ കയറുന്നുണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് മുത്തേ, സന്തോഷമുണ്ട്. പാട്ട് പാടണോ ബ്രോ എന്നാ മുത്ത? നിനക്ക് പാടണേ പാടിക്കാൻ മുത്തേ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. എടാ പാട്ടിടത്തില്ല, അതാണ് ഒരു നാശം പിടിക്കാൻ. പാട്ടിട്ടാൻ ഈ കോപ്പറേറ്റ് അടിക്കും. ഇല്ല നമുക്ക് ബസ് ഇരിക്കാൻ പാട്ടിട്ട് പോകായിരുന്നു. യൂട്യൂബിൽ നിന്ന് അതിനടുത്ത് ഒരു പാട്ട്, അല്ലെങ്കിൽ മറ്റേ സ്പോട്ടിഫൈ നിന്നൊക്കെ പാട്ടെടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ഓടിക്കായിരുന്നു. അങ്ങനെ പറ്റൂല. കോപ്പറേറ്റ് അടുത്ത സെക്കൻഡ് അടിക്കും, സ്ട്രൈക്ക് വരും. പിന്നെ കുറേ ആയാൽ പിന്നെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളാണെ ബസ് ഇരുന്ന് പാടിക്കോ ഗൈസ്. മണ്ണേ നമ്പി മരം. എടാ ബ്രോ ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ നമ്പർ ബ്രോ വന്നു. എടാ 23 ലൈക്കായി ഗൈസ്, 23 ലൈക്ക്. ഒരു 30 ലൈക്ക് നിങ്ങൾക്ക് ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഗൈസ്, അത്രയും പറഞ്ഞോളൂ. നെക്സോ ഓക്കെ. എടാ ഇവന്മാർ നിർത്തിയേക്കണം മുത്തേ. എന്ത് സംഭവിച്ചു ഇവിടെ? എടാ നമ്മൾ കുറേ നേരം അല്ലേ എൻ്റെ ബസ്സിൽ കയറിയിട്ട്, സത്യം പറയാൻ ഡ്യൂഡ് ഇതുകൊണ്ട് യാക്ട്രോ ബസ്. പക്ഷെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകണക്കുണ്ട്, കാര്യം പറയാല്. എടാ 525 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 525 സബ്സ്ക്രൈബേഴ്സ് ബ്രദർ, സീരിയസ്ലി ഡബ്ല്യൂ ഗൈസ്. ഇന്നലെ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയതാണ്, ഇന്ന് 525 ആയി ഗൈസ്. സീരിയസ്ലി അത് മോർണിംഗ് ലൈവിൽ. ഇനി ഈവനിങ് നമ്മൾ ലൈവ് ഇടും. എടാ ഈവനിങ് ലൈവ് എന്ന് പറയുമ്പോൾ 3 മണിക്കാണ് ഗൈസ്, 3 മണിക്കാണ്. പിന്നെ അറിഞ്ഞില്ല എന്ന് പറയല്ലേ മുത്തേ, 3 മണിക്കാണ്. എനിക്ക് കുറേ ഫോട്ടോ എടുത്ത് വെക്കണം, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കാൻ പിന്നെ ഫോട്ടോ വേണ്ടേ. എടാ നിങ്ങളൊക്കെ ആരാ പോയി പറഞ്ഞു കൊടുത്ത്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും ചിലപ്പോൾ. ഞാൻ യൂട്യൂബറാണെന്ന് ചില അവന്മാരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തായിരിക്കും. മറ്റേ ശ്രീ വൈറ്റിയും റൊണാൾഡിൻ്റെ അടുത്തും അങ്ങനെ ആയിരിക്കും. റൊണാൾഡിൻ്റെ അടുത്തും ഇല്ല, ഈ റിച്ച് മാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ തന്നെ പോയി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബറാണെന്ന് നിങ്ങളാണ് കൂടുതലായിട്ട് പോയി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, എനിക്കറിയാം. വലക്കണോ എന്തേ അവന്മാരെന്ന് സംസാരിക്കണം. എടാ ഇന്നത്തെ ഒരു കാര്യം നോക്കിയോട്ടെ ഗൈസ്, ഇന്നത്തെ ഒരു കാര്യം നോക്കിയോട്ടെ. എടാ ഇന്ന് ടോപ്പ് ഫാൻസ് ഉണ്ടല്ലേ. ടോപ്പ് ഫാൻസിൽ 1ാം സ്ഥാനത്ത് ഇങ്ങനെ മാർക്കോയാണ്, അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് അമ്പാടി,
3-ാം സ്ഥാനത്ത് തമ്പുരാൻ, 4-ാം സ്ഥാനത്ത് കാൾമി സീനൻ, 5-ാം സ്ഥാനത്ത് മണികണ്ഠ, 6-ാം സ്ഥാനത്ത് റൊണാൾഡ്, 7-ാം സ്ഥാനത്ത് ധൻഷിൻ ഗെയിമിങ്, 8-ാം സ്ഥാനത്ത് അഹമ്മദ്, 9-ാം സ്ഥാനത്ത് ശിവദാസ്, 10-ാം സ്ഥാനത്ത് ആട് ഗെയിമർ. യോ മാർക്കോറ്റിക്ക് 150 XP 1-ാം സ്ഥാനം. ഓക്കെ നല്ല കാര്യം. ഒരു തലയും ചുറ്റി 2 തലയും ചുറ്റി ചാടുന്നേ. അവരുടെ പാട്ടല്ലേ മറ്റേ മലയക്കര് തലയും കുത്തി വീണു, അങ്ങനെ ഒരു പാട്ടല്ലേ? എടാ എങ്ങാട്ട് പോണ മുത്തേ, ഇതെന്തൊരു ബസ്സിൻ്റെ അകത്ത് ബസ്സാ? എന്ത് സംഭവിക്കണം ഇവിടെ? ഇത് ആര് ബസ് ഓടിക്കണ? ആക്ടറോ തന്നെ? പുറപ്പെടുന്നേ. എന്താണ് നടക്കണം മുത്തേ? ഐ ഡോണ്ട് നോ മുത്തേ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മുത്തേ. ഞാൻ കുറച്ച് ഫോട്ടോ അപ്പോഴത്തേക്ക് എടുക്കാം. തമ്പ്ലൈൻ സെറ്റാക്കാം. എടാ അവൻ്റെ ഇരിക്കുന്ന സെയിം ബസ് എൻ്റെ ഉണ്ടാ? അയ്യോ ഗോക്കുവിൻ്റെ ബസ് സെയിം ബസ് ഉണ്ടല്ലോ, അതെൻ്റെ ഉണ്ട്. അത് നല്ല ബസ്സാണ്, നല്ല ബസ്സാണ്. പക്ഷെ അഴുക്കാവണേ ഒത്തിരി ലൊട്ടയാവും, അത്രേ ഉള്ളൂ. പക്ഷെ ബസ് നല്ലതാണ്. ഞാൻ ഓടിക്കണോ? ആരോണെങ്കിലും ഓടിച്ചോ. ഞാൻ 8-ാമതായ എന്നാ? ഓക്കെ. ഇതൊക്കെ ഇത്രേ ഉള്ളു ബ്രോ. ഓക്കെ മുത്തേ, എന്നാ ഞാൻ അങ്ങ് പോയാലെന്നാ മുത്തേ? ചാറ്റ് റൂമിലുണ്ടായില്ല? റൂമിലില്ല. എടാ അമ്പാടി, നീ യൂട്യൂബർ ആണെന്ന് നീ പറഞ്ഞിട്ടുണ്ട് മുത്തേ. നീ നിൻ്റെ ആ ഒരു ചാനൽ വെച്ച് എന്തായാലും ഈ ഒരു ലൈവ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 30 ലൈവിലെങ്കിലും ആ ഒരു ചാനൽ വെച്ച്, നിൻ്റെ യൂട്യൂബ് ചാനൽ വെച്ചൊന്ന് ഇടണേ. വീഡിയോസ് കയറി നോക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത്. നീ യൂട്യൂബർ ആണെന്ന് കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ചാനൽ കയറി നോക്കാനാണ് മുത്തേ. ഞാൻ ഓടിക്കണോ മുത്തേ? ഇതെന്താണ് നടക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഒരു ഭയങ്കര ചെറുതായിട്ടാണ് പോകണം, പക്ഷെ എത്തട്ടല്ലേ നമ്മൾ? എത്താറായെന്ന് തോന്നുന്നത്. വീട് എവിടെയാണ്? ഇവിടെയാണല്ലേ? ഇവിടെ വീട് ഇതാണ്? അല്ലല്ല ഇതല്ല. ഇവിടെ വേറെ ഏതൊരു സ്ഥലത്ത് വീടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. നമ്മളെന്തായാലും എത്താറായ മുത്തേ, എന്തായാലും നമുക്ക് നോക്കാം. ഈവനിങ് എൻ്റെ ബസ് റിവീലിംഗ് ആണ്, നീ വരൂ. ഓ ഞാൻ വരാനെന്ത്? നമ്മൾ മറ്റേ അവൻ്റെ ബസ് റിവീലിങ്ങിന് പോയിട്ടുണ്ട്, അർജുൻ്റെ ബസ് റിവീലിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ വരൂലെന്ന് പറഞ്ഞില്ലേ? വരാമല്ലേ? സന്തോഷം. നമ്മളെല്ലാവരും വരാം, അത് തന്നെ. ഞാൻ മാത്രമല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഗ്യാങ് ആയിട്ട് വരാം, പോരെ? എപ്പോഴെന്ന് വെച്ചാൽ നീ ലൈവ് ആ ടൈമിൽ ചാറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് നിൻ്റെ റൂമിൽ കയറാം. ബിഗ് ഹൗസിൽ പോകും. എടാ ബിഗ് ഹൗസ് നമുക്കില്ലടാ. മറ്റേ അത് ഒറിജിനൽ റിയൽ മണി കൊടുക്കണം, 400 എത്ര രൂപ. അതാണ് എനിക്ക് വിഷമം. ഇല്ലെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചേനെ. അത് CPM 2 എൻ്റെ കയ്യിലുണ്ട്, CPM 1 ഓ അവസാനം എത്തി കേട്ടാ. അത് സന്തോഷമുള്ളായിരുന്നു. അവസാനം എത്തി. കുറച്ച് ടൈം എടുത്ത്, പക്ഷെ നമ്മൾ എത്തിയിട്ടുണ്ട് മുത്തേ. മുത്തേ. ഓക്കെ ഇറങ്ങാം. ഇവിടെ എന്തായാലും കുറേ ഫോട്ടോ എടുക്കണം മുത്തേ. നമ്മൾ ഇത്രയും വന്നതാണ്. ഞാനാ ഓടിച്ചത്. ഓടാ. ഓക്കെ. ഓ ദൂരം ബസ്. എടാ എൻ്റെ വീട്ടിന് അങ്ങോട്ട് വാടാ മുത്തേ. ഉറപ്പിടുന്നേ മണ്ണേ നമ്പി മരമിരിപ്പൂനാനം. എടാ എല്ലാവരും വാ.